പണ്ട് പച്ചക്കറികളോടൊക്കെ ഒരു മടുപ്പായിരുന്ന കാലത്ത് എന്റെ നാവിലെ രുചിയായിട്ട് തോന്നിയ ഏക ആളായിരുന്നു കോവയ്ക്ക. അമ്മയുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും ഇത്തിരി ചോറും മാത്രം കൂട്ടി ഒരു പിടിപിടിച്ചാലുണ്ടല്ലോ എന്റെ സാറേ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും കിച്ചും തമ്മിൽ കൂടുതലുണ്ടായിരുന്ന സിമിലാരിറ്റീസ് പലതും ഫുഡിലായിരുന്നു. അതിലൊന്നായിരുന്നു കോവയ്ക്കോടുള്ള ഇഷ്ടം. പൊതുവെ തോരൻ ഐറ്റംസിനോട് ഒരു പടിക്ക് മുകളിൽ ഇഷ്ടം എനിക്കാണെങ്കിലും ഇക്കാര്യത്തിൽ പുള്ളിക്ക് ഇഷ്ടം കോവയ്ക്ക തോരനും എനിക്കാണെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും. അപ്പൊ എന്താ ചെയ്യുക? അങ്ങനെ നമ്മളൊരു സൂത്രം കണ്ടുപിടിച്ചു. മേടിക്കുന്ന പകുതി കോവയ്ക്ക തോരനും ബാക്കി പകുതി മെഴുക്കുവരട്ടിയാക്കിയാലോ. അങ്ങനെ തുല്യ വോട്ട് നേടിയ ആ തീരുമാനം ഞങ്ങൾ അങ്ങോട്ട് കൈയടിച്ച് പാസ്സാക്കി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഇങ്ങനെയായിരിക്കുന്നു. അല്ലാന്നേ, ഇങ്ങനെ സൊല്യൂഷൻ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നേ. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, വലിയ വലിയ ഇഷ്ടങ്ങളൊക്കെ സാധിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയവും എഫേർട്ടും ഒക്കെ വേണ്ടി വരും. പക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്ന രണ്ടുപേർക്ക് എന്തായാലും ഉണ്ടാവും. അഡ്ജസ്റ്റ്മെന്റിന് പകരം നമ്മുടെ ഡിക്ഷണറിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് കൂടിച്ചേർത്താ തീരാവുന്ന പ്രശ്നമേ നമുക്കൊക്കെ ഉള്ളന്നേ. ജോലിക്ക് പോയോണ്ട് ഇന്നിപ്പോ ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറേണ്ടി വന്നതിന്റെ ശിക്ഷയായിട്ട് പുള്ളിക്ക് നമുക്കിന്ന് മെഴുക്കുവരട്ടി തന്നെ കൊടുക്കാം.